ഡീപ് സീക്ക്. ഇപ്പോൾ എവിടെ നോക്കിയാലും ഡീപ് സീക്ക് AI കഥയാണല്ലോ. ഈ ഡീപ് സീക്ക് AI വരവോടുകൂടെ നമ്മുടെ മറ്റ് ചാറ്റ് ബോട്ട്സ് ആയിട്ടുള്ള ChatGPT, ജെമിനൈ, കോപ്പൈലറ്റ് ഒക്കെ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. കൂടാതെ NVIDIA വരെ ഡൗൺ ആയിരിക്കുകയാണ്. 500 ബില്യണോളം ലോസ് ആണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആരാണ് അല്ലെങ്കിൽ എന്താണ് ഡീപ് സീക്ക് AI? ഡീപ് സീക്ക് AI എന്ന് പറയുന്നത് നമ്മുടെ ചൈന ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു AI മോഡലാണ്, അല്ലെങ്കിൽ ഒരു AI ചാറ്റ് ബോട്ടാണ്. നമ്മുടെ ChatGPT ഒക്കെ പോലെ തന്നെ ലിയാങ് വെങ്ഫെങ് എന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ പിന്നിലെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു കിഡിലൻ AI ടൂൾ തന്നെയാണ് നമ്മുടെ ഈ ഡീപ് സീക്ക് AI എന്ന് പറയുന്നത്. സംഭവം ഞാൻ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ആൻഡ് ഇറ്റ്സ് പ്രെറ്റി ഓസം. സംഭവം വളരെ സിമ്പിളാണ്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ആർക്കും വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഡീപ് സീക്ക് AI ഇത്രയധികം ചർച്ചാവിഷയമായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഈ ചൈനക്കാർ നമ്മുടെ ഓപ്പൺ AIനെയും അല്ലെങ്കിൽ നമ്മുടെ ChatGPTനെയും എല്ലാ ചാറ്റ് ബോട്ടുകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇമാതിരി ഒരു സാധനം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരുപാട് വെളിപ്പെടുത്തലുകളും ഒരുപാട് സത്യങ്ങളൊക്കെ തുറന്നടിച്ച് പറഞ്ഞുകൊണ്ടുമാണ് ഇവരിത് റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് ഡീപ് സീക്ക് AI ട്രെയിൻ ചെയ്തിട്ടുള്ളത് വെറും 2 മാസം കൊണ്ട് $5 മില്യൺ യൂസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഓപ്പൺ AI ആയിക്കോട്ടെ, അല്ലെങ്കിൽ ChatGPT ആയിക്കോട്ടെ, മെറ്റ AI ആയിക്കോട്ടെ, കോപ്പൈലറ്റ് ആയിക്കോട്ടെ, ഏത് AI മോഡലായാലും ഇതിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് പൊതുവെ വളരെ കോസ്റ്റ്ലിയാണ്. അങ്ങനെയുള്ളൊരു ഫീൽഡിലേക്കാണ് ഇവന്മാർ ഇത്രയധികം പൈസയെ വേണ്ടി വരുള്ളൂ എന്നുള്ള രീതിയിൽ ഇവരിത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് കുറച്ച് നാളായിട്ട് ഈ ChatGPT പോലത്തെ മോഡലുകളൊക്കെ മൊത്തത്തിലൊന്ന് ഡൗൺ ആയിരിക്കുന്ന ടൈമായിരുന്നു. ആ ഒരു ടൈമിലാണ് ഇവന്മാർ അഥവാ ചൈനക്കാർ ഇമാതിരി ഒരു സാധനം ഇറക്കിക്കൊണ്ട് ആൾക്കാരെ അങ്ങോട്ട് ഞെട്ടിച്ചിട്ടുള്ളത്, അതും കുറഞ്ഞ ചിലവിൽ. അതിൻ്റെ കൂടെ ChatGPTയെക്കാട്ടിലും അതുപോലെ തന്നെ പല മേഖലയിൽ വെച്ച് നോക്കുമ്പോൾ, പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ChatGPTയെക്കാട്ടിലും അല്ലെങ്കിൽ മെറ്റ AIനെക്കാട്ടിലൊക്കെ ഫാർ മോർ ബെറ്റർ ആയിട്ടുള്ള ഒരു AI മോഡൽ ഇത്രയും ചിലവിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നും ചൈന ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പല ആളുകളും വ്യക്തമാക്കിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് നമ്മുടെ ഡീപ് സീക്ക് AI എന്ന് പറയുന്നത് നമ്മുടെ ChatGPTയെക്കാട്ടിൽ പല രീതിയിൽ നോക്കുമ്പോൾ മികച്ചതാണെന്നൊക്കെ. അതിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ മെയിനായിട്ടും ഇവരുടെ ഡീപ് സീക്ക് AIയുടെ ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ചാറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിതിനെ പൊക്കി പറയാനായിട്ട് പറയുന്നതല്ല, ഞാൻ ആക്ച്വലി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതായത് നമ്മുടെ ChatGPTയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സമയങ്ങളിലും പലരും അഭിപ്രായപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ChatGPT ത്രൂ ഔട്ടായിട്ട് നമ്മളായിട്ട് ചാറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് AI ലിമിറ്റേഷൻസ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മളായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നതെന്നാണ് പൊതുവെ പല ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, പല ആളുകളും മംഗ്ലീഷിലൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് കിഡിലനായിട്ട് ടെക്സ്റ്റ് ചെയ്യുന്ന ഡീപ് സീക്ക് AIയുടെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഷെയർ ചെയ്തതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ഡീപ്പ് തിങ്കിങ് കൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ പെർപ്ലെക്സിറ്റി AIയിലും അല്ലെങ്കിൽ ChatGPTയിലൊക്കെ ഒരു പ്രീമിയം ഫീച്ചർ ഉണ്ടാവുമല്ലോ, അതിൻ്റെ പോലെ തന്നെ മറ്റൊരു നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഓപ്ഷൻ ഉണ്ട് ഡീപ്പ് തിങ്കിങ് AI എന്ന് പറഞ്ഞിട്ട്. അതും എക്സാക്ട്ലി ഫ്രീ ആണ്. അത് നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് പല വ്യൂ പോയിന്റ് വെച്ചിട്ട് അതിന് ആൻസർ തരുന്ന പോലെ വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു 7-8 സെക്കൻഡൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ചാറ്റ് ബോട്ട് ആൻസർ തരാം. അതായത് കറക്റ്റ് അത്രയധികം പേഴ്സണലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പല വ്യൂ പോയിന്റ് പറഞ്ഞിട്ടുള്ളൊരു ആൻസറിങ് ആണ് അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫീച്ചർ ആയിരുന്നു. ആൻഡ് ഫൈനലി നമ്മുടെ ഡീപ് സീക്ക് AIയുടെ പേരൻ്റ് ആയിട്ടുള്ള ചൈനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകൾക്കും, എല്ലാവർക്കുമല്ല പല ആളുകൾക്കും പണ്ട് മുതലേ ഈ ചൈനീസ് ടെക് അല്ലെങ്കിൽ ചൈനീസ് ഇന്നോവേഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു വില കുറവാണ്, ഒരു പുച്ഛമാണ്. അതൊരു പക്ഷേ പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ചൈനീസ് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് വല്ല മൊബൈൽ ഫോണോ ലാപ്ടോപ്പൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് കേടായി പോയോണ്ടൊക്കെ ആയിരിക്കാം, അതും ഒരു ഫാക്റ്റാണ്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൈന എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവന്മാർ സത്യത്തിൽ വളരെ ഇൻ്റലിജൻറ്റും വളരെ ഇന്നോവേറ്റീവും വളരെ ക്രിയേറ്റീവായ ആൾക്കാർ തന്നെയാണ്. കാര്യം ഇവന്മാർ ഒരുപാട് ഉഡായിപ്പ് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഉഡായിപ്പ് ടെക്കും ഉഡായിപ്പ് ഇന്നോവേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒത്തിരി ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ഇവർ നടത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ ഡീപ് സീക്ക് AI എന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. പിന്നെ അത് പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ചൈന എന്ന് പറയുന്നത് പണ്ട് മുതലേ AI ഫീൽഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്തു വന്നൊരു രാജ്യം തന്നെയാണ്. അല്ലാതെ അവർ ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ലത്. കമ്പനീസ് ലൈക്ക് ബൈദു, ടെൻസെന്റ്, ആലിബാബ ഇവരൊക്കെ ഒരുപാട് AI അഡ്വാൻസ്ഡ് മോഡൽസ് ചൈനയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്തിട്ടുണ്ട്. 2020 മാത്രം $60 ബില്യൺ ആണത്രേ ചൈന ഈ AI ഫീൽഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് 2030 ആകുമ്പോഴേക്കും 600 ബില്യൺ വരെ ആകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. വെൽ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഇനി വരും നാടുകളിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളായിരിക്കും നമ്മുടെ ഡീപ് സീക്ക് AI ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്ന്.